ഇപ്പോൾ അധികാരത്തിലേറിയിരിക്കുന്ന യു.ഡി.എഫ് സർക്കാരിനും മുഖ്യമന്ത്രി വി.ഡി. സതീശനും ഏറ്റവും കൂടുതൽ പണി കിട്ടാൻ പോകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കെ.എസ്.ആർ.ടി.സി. അതായത് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതനുസരിച്ചുകൊണ്ട് യു.ഡി.എഫ് സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് ഇന്ദിരാ ഗ്യാരണ്ടികളുടെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സൗജന്യമായിട്ടും യാത്ര ചെയ്യാം എന്നൊരു ഗ്യാരണ്ടി രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇന്ദിരാ ഗ്യാരണ്ടി പ്രാവർത്തികമാക്കാനായിട്ട് പോകുന്നത് അടുത്ത മാസം ജൂൺ 15-ാം തീയതി മുതലാണെന്ന് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ ഇന്നലെ വിളിച്ച പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ജൂൺ 15-ാം തീയതി മുതൽ എല്ലാ സ്ത്രീകൾക്കും കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സൗജന്യമായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലൂടെ നമ്മുടെ കേരളത്തിന് വരാൻ പോകുന്ന സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കോടികളാണ്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് ഈ പറയുന്ന ടേക്ക് ഓവർ ചെയ്യാനായിട്ട് വി.ഡി. സതീശന്റെ കയ്യിൽ ഒത്തിരി പ്ലാനുകൾ ഉണ്ട്. കോസ്റ്റൽ ഷിപ്പിംഗ് ഒക്കെ കൊണ്ടുവന്ന് അദ്ദേഹം ഈ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് എന്താണ് ഈ പറയുന്നത് പോലെ ടേക്ക് ഓവർ ചെയ്യും എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ സ്വകാര്യ ബസ് ഉടമസ്ഥന്മാർക്ക് ഇതിലൂടെ വരാൻ പോകുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഇത് എങ്ങനെയായിരിക്കും അവർ പരിഹരിക്കാൻ പോകുന്നത് എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമസ്ഥന്മാര് മുഖ്യമന്ത്രിയെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തോടനുബന്ധിച്ചുകൊണ്ട് സ്വകാര്യ ബസ് ഉടമസ്ഥന്മാർ ആവശ്യപ്പെടാൻ പോകുന്ന ഒരു കാര്യം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന കൺസ്ട്രക്ഷൻ അത് പൂർണ്ണമായിട്ടും എടുത്തു മാറ്റണം എന്നുള്ള രീതിയിലായിരിക്കും മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു സ്ത്രീകൾക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സൗജന്യമായിട്ടും യാത്ര ചെയ്യാനായിട്ടുള്ള അവകാശം കൊടുക്കുന്ന സമയത്ത് സ്വകാര്യ ബസ് ഉടമസ്ഥന്മാർക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചുകൊണ്ട് കേരളത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന കൺസ്ട്രക്ഷൻ പൂർണ്ണമായിട്ടും എടുത്തു മാറ്റുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ ഭയങ്കരമായിട്ടൊരു പ്രതിസന്ധി നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ഗ്യാരണ്ടി ഇപ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നത് നമ്മുടെ കേരളത്തിലെ സീനിയർ സിറ്റിസൺസിന്, അതായത് 60 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സൗജന്യ യാത്ര എന്നുള്ള രീതിയിൽ പ്രഖ്യാപിക്കുകയായിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഇത് വമ്പിച്ച സ്വീകാര്യതയോടുകൂടി ഏറ്റെടുത്താനെ. ഈ ഒരു പ്രശ്നങ്ങളൊന്നും കേരളത്തിൽ വരികയുമില്ലായിരുന്നു. ഇതിപ്പോ സ്ത്രീകൾക്ക് മാത്രം കൊടുത്ത സാഹചര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത്. ഈ ഒരു ഈ പറയുന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഇത് ഈ ഒരു സർക്കാർ എടുത്ത് മാറ്റി ഇത്തരത്തിൽ 60 വയസ്സിന് മുകളിലുള്ള സീനിയർ സിറ്റിസൺസിന് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ കേരളത്തിൽ സമരങ്ങളുടെ ഒരു പൊട്ടിപ്പുറപ്പെടലായിരിക്കും കാണാൻ പോകുന്നത്. ഇപ്പൊ തന്നെ വി.ഡി. സതീശൻ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് ഈ ഒരു കെ.എസ്.ആർ.ടി.സി ബസ്സുകളിലെല്ലാം ഒരു കൂട്ടം സ്ത്രീകൾ കയറിയിരുന്ന് യാത്രക്കാർക്കും ജീവനക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ബി.ജെ.പിയുടെ താമരക്കൊടിയും പിടിച്ചുകൊണ്ട് ചെയ്ത സമരങ്ങളെല്ലാം നമ്മൾ ടി.വികളിൽ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഭയങ്കരമായിട്ടുള്ള സമരങ്ങൾ ഇനി കേരളം കാണേണ്ടതായിട്ട് വരും. ഈ ഒരു ഇന്ദിരാ ഗ്യാരണ്ടി ഇത് പ്രാവർത്തികമാക്കാനായിട്ട് സാധിക്കില്ല എങ്കിൽ എന്തുകൊണ്ട് കൊടുത്തു എന്നുള്ളൊരു ചോദ്യവും ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ യു.ഡി.എഫ് സർക്കാർ നേരിടേണ്ടതായിട്ട് വരും. ഈ ഒരു യു.ഡി.എഫ് സർക്കാർ ഈ ഒരു ഇലക്ഷന്റെ ഭാഗമായിട്ട് കൊടുത്ത വാഗ്ദാനങ്ങളിൽ ഏറ്റവും കൂടുതൽ അവർ ചിന്തിക്കാതെ കൊടുത്ത ഒരു വാഗ്ദാനമായിരുന്നു ഈ ഒരു കെ.എസ്.ആർ.ടി.സിയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര. അതേ സമർപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന സീനിയർ സിറ്റിസൺസിന് 60 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാവരും ഇത് ഒരുപോലെ ഏറ്റെടുത്താനെ. ഈ ഒരു പ്രശ്നങ്ങളൊന്നും കെ.എസ്.ആർ.ടി.സി ബസ്സിൽ ഉണ്ടാവേമില്ല. ഇനിയിപ്പോ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ബാധിക്കാൻ പോകുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളെയാണ്. കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമസ്ഥന്മാർ ഇപ്പൊ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അവർ ചോദിക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യം, ഇത്തരത്തിൽ കെ.എസ്.ആർ.ടി.സി ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എടുത്ത് മാറ്റണം എന്ന് തന്നെ ആയിരിക്കും. അങ്ങനെ മാറ്റുകയാണെങ്കിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വിദ്യാർത്ഥികളും ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇത് വരും കാലങ്ങളിൽ ഒരു വലിയൊരു സമരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നില്ലായെങ്കിൽ കെ.എസ്.ആർ.ടി.സി ബസ്സുകളിലുള്ള സൗജന്യ യാത്ര അതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള സ്ത്രീകൾ കൂട്ടമായിട്ട് ഇറങ്ങി സമരം ചെയ്യും. അല്ല എങ്കിൽ ഈ പറയുന്ന വിദ്യാർത്ഥികളുടെ കൺസ്ട്രക്ഷൻ എടുത്ത് മാറ്റിയില്ല എങ്കിൽ ഈ ഒരു സ്വകാര്യ ബസ് ഉടമസ്ഥന്മാർ ഭയങ്കരമായിട്ടുള്ളൊരു സമരം അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണേണ്ടതായിട്ട് വരും. വിദ്യാർത്ഥികൾക്ക് കൺസ്ട്രക്ഷൻ കൊടുക്കാതെ ഈ ഒരു ബസ് ഓടുന്ന സമയത്ത് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കേരള സർക്കാർ നേരിടേണ്ടതായിട്ട് വരും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇത് വലിയൊരു സമരത്തിലേക്കാണ് പോകുന്നത്. ഈ ഒരു ഇന്ദിരാ ഗ്യാരണ്ടി അത് പ്രാവർത്തികമാക്കുന്ന സമയത്ത് കേരളത്തിലെ ഈ പറയുന്ന സാമ്പത്തിക ഭദ്രത തീർച്ചയായിട്ടും അതിനൊരു കോട്ടം തട്ടാനായിട്ടുള്ള എല്ലാവിധ സാധ്യതയും ഈ ഒരു ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്